ഹായ് കൂട്ടുകാരെ, ഹൈദരാബാദിലെ മറ്റൊരു സ്പോട്ടാണ് സലാർ ജംഗ് മ്യൂസിയം. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്ക് 9 മണി മുതൽ 5:30 PM വരെയാണ് എൻട്രൻസ് കയറാനുള്ള അനുമതിയുള്ള ടൈം. ആ ടൈമിൽ നമുക്ക് മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഹൈദരാബാദിലെ മ്യൂസിയം, പാലസ്, സൂ അതെല്ലാം നമുക്ക് കാണണമെങ്കിൽ എല്ലാം ഏകദേശം 9-10 മണിയോടെ ഓപ്പൺ ആകും. 5:30 എല്ലാം ക്ലോസ് ആവാറുണ്ട്. പിന്നെ പാർക്ക് മാത്രമേ 8:30 വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ നോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ഫോർട്ട്, മ്യൂസിയം പോലെയുള്ള പാലസൊക്കെ കാണാൻ പറ്റുള്ളൂ. അത് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് അഡൾട്ട്സിന് 50 രൂപയും കുട്ടികൾക്ക് 25. പിന്നെ നമുക്ക് ക്യാമറയ്ക്ക് 50 രൂപ കൊടുക്കണം. ഇപ്പം മ്യൂസിയത്തിൻ്റെ ഇൻസൈഡ് വീഡിയോസൊക്കെ എടുക്കണേ നമ്മൾ 50 രൂപ കൊടുക്കണം. പിന്നെ മൊബൈൽ എൻട്രി റെസ്ട്രിക്റ്റഡ് അല്ല. അതായത് ഇപ്പോൾ നമ്മൾ 5 പേര് കയറുന്നുണ്ടെങ്കിൽ 5 പേരുടെ കയ്യിൽ ക്യാമറ ഉണ്ടാവും, ഫോൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഫോണിൽ ക്യാമറ ഉണ്ടല്ലോ, അപ്പോൾ അതിനെല്ലാം നമ്മൾ 50 രൂപ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ബെറ്റർ ഒരാളുടെ ഫോൺ നമ്മൾ മ്യൂസിയത്തിലേക്ക് എടുക്കാം 50 രൂപ കൊടുത്ത്. ബാക്കിയുള്ളത് ഒന്നിലെ കാറിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി വെക്കാം, അല്ലെങ്കിൽ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ലോക്കറിൽ 20 രൂപ കൊടുത്ത് നമുക്ക് 6, 7, 10 പേരുടെ മൊബൈൽ ഫോണ്, അതേപോലെ തന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വെക്കാം. കുഞ്ഞു ലോക്കറാട്ടോ, വലിയ വലിപ്പമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഏകദേശം ഫോണും പേഴ്സും ഒക്കെ വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. പിന്നെ 2-3 സ്ഥലത്ത് സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കയറ്റി വിടുള്ളൂ. അത്രയും ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പണ്ട് രാജാവൊക്കെ യൂസ് ചെയ്ത ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങൾ, അതായത് വിഗ്രഹങ്ങൾ, അങ്ങനെ കുറേ സംഭവമുണ്ട്. നമുക്ക് ഏകദേശം ഒരു 3-3.5 മണിക്കൂർ നടന്ന് കാണാൻ പറ്റിയ സംഭവങ്ങളുണ്ട്. പണ്ട് യൂസ് ചെയ്ത ഡ്രസ്സ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു തീർക്കാൻ നല്ലൊരു ടൈം വേണ്ടി വരും. അപ്പോൾ ഓക്കെ, ബൈ.